ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞാനും മോളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഹെൽത്തൊക്കെ ഓക്കെയാണ്. ബേബി സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ ഹെൽത്തും ഓക്കെയാണ്. ഞാനിപ്പോൾ റിക്കവറായി വരുന്നുണ്ട്. കുറച്ചും കൂടി സ്റ്റിച്ചസിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പരമാവധി ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. സോ വി ബോത്ത് ആർ ഹെൽത്തി ആൻഡ് ഹാപ്പി. അപ്പോൾ കുറേ പേരുടെ മെസ്സേജസും കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും കമൻസിന് ഞാൻ പരമാവധി റിപ്ലൈ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ലൈക്കെങ്കിലും അടിച്ചിട്ടുണ്ട്. സോ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. വിഷസ് അറിയിച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ഡെലിവറി വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന്. അപ്പം മെയിനായിട്ട് ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്തത്, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നോർമൽ ഡെലിവറി, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ വീഡിയോയിലൂടെ എന്ന് വിചാരിച്ചു കേട്ടോ. ചിലപ്പോൾ ആരെങ്കിലും എൻ്റെ അതേ ഒരു ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിലോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ അപ്പോൾ വാവ ജനിച്ചത് ന്യൂ ഇയറിനാണ് കേട്ടോ, ജനുവരി 1 ചിലപ്പോൾ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഇത് ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സെക്കൻഡ് ബേബി ജനിച്ചത് ജനുവരി 1 നോർമൽ ഡെലിവറി ആയിരുന്നു. ജനിച്ച സമയത്തുള്ള ബേബിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 3.95 kg ആണ്. അപ്പോൾ 3.95 kgയിൽ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കും അതേപോലെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി ഞാൻ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ എനിക്ക് പ്രഗ്നൻസിക്ക് മുന്നേ ഈ ടൈമാണ്, അതായത് സെക്കൻഡ് ബേബീൻ്റെ എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ പറയുന്നത്. പ്രഗ്നൻസി സമയത്ത്, പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ എനിക്ക് കൺഫേം ആകുന്നുണ്ട് എനിക്ക് ഡയബറ്റീസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈലും അല്ലാതെ മുമ്പ് തന്നെ ഞാൻ അങ്ങനെ മധുരം അധികം കഴിക്കുന്ന ഒരു ടൈപ്പ് അല്ല. എനിക്കധികം മധുരം കഴിക്കണം അങ്ങനെയൊന്നും ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല. ആൻഡ് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്തും ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസിന് ഷുഗർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രായമൊന്നുമില്ല, ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് ഞാൻ കംപ്ലീറ്റായിട്ട് ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പരമാവധിയുള്ള ഷുഗർ ഇൻടേക്കും കാർബ് ഇൻടേക്കൊക്കെ കുറച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് ഷുഗർ ഇല്ലായിരുന്നു, ഡയബറ്റീസ് അല്ലായിരുന്നു. ഈവൻ അത് കഴിഞ്ഞിട്ടും അല്ലായിരുന്നു. റീസെൻ്റായിട്ടാണ് ഞാൻ അറിയുന്നത് ഡയബറ്റീസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൺസീവ് ആകുന്നത്. അപ്പോൾ കൺസീവ് ആകുന്ന സമയത്തും എനിക്ക് ഡയബറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, നമുക്കറിയില്ലല്ലോ ബേബിക്കത് എഫക്റ്റ് ആവുമോ, ബേബി ഹെൽത്തി ആണോ, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് കുട്ടിക്കുള്ള റിസ്ക്കും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആൻഡ് എനിക്ക് ഫസ്റ്റ് ടൈം ജസ്റ്റേഷണൽ ഡയബറ്റീസ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു പ്രോബ്ലമും ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. തൈറോയിഡോ ഡയബറ്റീസോ BP ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഡയബറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കൺസീവ്ഡ് ആണെന്നുള്ളത് അറിയുന്നത്, പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അറിഞ്ഞപ്പം ഫസ്റ്റ് പോയത് തന്നെ ഗൈനക്കിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ 3 മാസത്തെ ഷുഗർ ടെസ്റ്റ് ഒന്ന് അവർ നോക്കുമല്ലോ. അപ്പോൾ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്ര പെർസെൻറ്റേജിനുള്ളിലുണ്ടെങ്കിൽ മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജാണ്, അതായത് കുറച്ച് ബോർഡർ ലൈൻ കൂടിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പറയും ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ 3 മാസത്തെ ആ ഒരു ചെക്കപ്പൊക്കെ ചെയ്തപ്പം, അതായത് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തപ്പം അതിൽ പെർസെൻറ്റേജ് നോക്കിയപ്പം കുഴപ്പമില്ലാന്ന് തോന്നി. അവർ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു ബോർഡർ ലൈൻ്റെ ഉള്ളിലോട്ട് തന്നെ ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല, ഇത് ക്യാരി ചെയ്യാം, വിത്ത് മെഡിസിൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം മെഡിസിനോട് കൂടി തന്നെ ഇത് ക്യാരി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഞാൻ അതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നേരം എടുക്കാൻ തുടങ്ങി, ഷുഗറിൻ്റെ ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ എന്തൊക്കെയാണ് അവർ പറയുന്നത് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പം അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നവരെ, ഹാർട്ട് ബീറ്റ് കേൾക്കുന്നവരെ ആരോടും പറയണ്ട അല്ലെങ്കിൽ റിവീൽ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വീട്ടുകാരോടോ എൻ്റെ മോളോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3rd മന്ത് വരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തപ്പം ഫസ്റ്റ് സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് കേട്ടപ്പോൾ സമാധാനമായി. ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കിതിങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം, ഷുഗർ മാത്രം ഒന്ന് കൺട്രോൾ ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് നമ്മൾ മന്ത്ലി വീക്ക്ലി ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ വീട്ടിൽ തന്നെ ഷുഗർ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾഡ് ഡയറ്റിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലത്തെ ഒരു 5-6 മന്ത്സ് നമുക്ക് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാം.
7th മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ അല്ലാതെ തന്നെ നോർമലായിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ പോലും ഷുഗർ ലെവൽ ഹൈ ആവും. അപ്പോൾ നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല ഹൈ ആവാറുണ്ട്. ഇപ്പോൾ 7th മന്ത് വരെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഷുഗർ ലെവലാണ് ഞാൻ പറയുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു, വയ്യാതാവുകയും ക്ഷീണവും കാര്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു, വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 7th മന്ത് ഒക്കെ ആയപ്പോഴത്തേന് ഷുഗർ ലെവൽ നന്നായിട്ട് കൂടാൻ തുടങ്ങി. വീട്ടിൽ ഫുഡ് വരെ നമ്മൾ കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഷുഗറിൻ്റെ ഒരു ഫുഡൊന്നും കഴിക്കുന്നില്ല. ഷുഗർ കൂടുന്ന രീതിയിലുള്ള ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഷുഗർ കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് 8th മന്ത് ഒക്കെ ആയപ്പോഴത്തേന് നന്നായിട്ട് തന്നെ ഷുഗർ ഹൈ ആയിട്ടുണ്ടായിരുന്നു. ഹൈ ആവുകയും ചെയ്ത് ഞാൻ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. പോരാത്തതിന് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട്, ന്യൂട്രീഷൻസിനെ കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഡയറ്റും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് എൻ്റെ ഷുഗർ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ 8th മന്ത് സ്കാനിങ്ങിലാണ്, 8th മന്തിലൊരു സ്കാനിങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു 8th മന്ത് സ്കാനിങ്ങിൽ അറിയുന്നുണ്ട് ബേബിക്ക് വെയിറ്റ് വന്നിട്ട് ആ സമയത്ത് 8th മന്തിൽ 2.4 kg ഉണ്ടായിരുന്നു വാവ. അപ്പോൾ 2.4 kg എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ തന്നെയാണ്. 8th മന്തിൽ അത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ബേബി കുറച്ച് വെയിറ്റ് കൂടുതലാണ്, ആൻഡ് ഓൾസോ എൻ്റെ അമ്നോട്ടിക് ഫ്ലൂയിഡ് ലെവലിൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതും കൺട്രോളിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ബേബിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചെത്തിയപ്പോഴത്തേനും എനിക്ക് വീട്ടിൽ എത്തിയപ്പോഴത്തേനും ഭയങ്കര ടെൻഷൻ തുടങ്ങി. നമുക്ക് വെയിറ്റും നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ളതല്ല, നമ്മുടെ വെയിറ്റ് നമ്മുടെ കൺട്രോളിലുള്ളതല്ല ആ സമയത്ത്. അപ്പോൾ ബേബിയുടെ വെയിറ്റും എന്ത് ചെയ്യുമെന്നറിയില്ല, ഫ്ലൂയിഡ് ലെവൽ കൂടുന്നുണ്ട്, അതെങ്ങനെ കുറയ്ക്കണമെന്നറിയില്ല. ആകപ്പാടെ ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നോട് 15 days കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ചെക്ക് ചെയ്യുമ്പം അഥവാ ലെവൽ ഇനിയും കൂടുതലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭാഗ്യത്തിന് അത് കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങിൽ ചെക്ക് ചെയ്യുമ്പം ഫ്ലൂയിഡ് ലെവലൊക്കെ കൺട്രോൾഡായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ബേബിയുടെ വെയിറ്റിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഷുഗർ ഉള്ള സ്ഥിതിക്ക് നമുക്കൊന്നും, ഡയബറ്റീസ് ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇപ്പോൾ കഴിച്ചാലും ഇല്ലെങ്കിലും ബേബിയുടെ വെയിറ്റ് ഗെയിൻ ആവും. ആൻഡ് ആ ഒരു ലാസ്റ്റ് 1 മന്തിലാണ് നന്നായിട്ട് വെയിറ്റ് കൂടാൻ പോകുന്നതെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഞാൻ 2.4 kg എന്ന് പറയുമ്പം എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ 3.5 kg ഉണ്ടാവും കുഞ്ഞ് എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 3.49 ആയിരുന്നു, 3.49. അപ്പോൾ അതും നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു. 3.49 kg ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു അങ്ങനെയാണെങ്കിൽ ഈ ബേബിയും ഒരു 3.5 kgക്ക് ഉള്ളിലുണ്ടാവും, ഒരു ചെറിയൊരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു 9th മന്തിൽ ഇങ്ങനെ വീക്ക്ലി ചെക്കപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു വീക്ക് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ വയറ് കാണുമ്പോൾ തന്നെ അവർക്ക് അറിയായിരുന്നു ബേബി കുറച്ച് വലിയതാണ്, ഇത് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് January 13th ഡേറ്റ് തന്നേക്കുന്നത്. അപ്പോൾ January 13th വരെ ഒന്നും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, ഈ വീക്ക് തന്നെ അഡ്മിറ്റ് ആവണമെന്നും പറഞ്ഞു. അപ്പോൾ ഈ വീക്ക് അഡ്മിറ്റ് ആവാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും 2 weeksൻ്റെ ഒരു ഇതുണ്ട്, 2 weeks ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിനെ പറഞ്ഞില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അങ്ങനെ ആകുമ്പോൾ നോർമൽ ഡെലിവറിക്ക് പോസിബിലിറ്റീസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു December 31st വന്ന് അഡ്മിറ്റ് ആയിക്കോ. അപ്പോൾ December 31st നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാണിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാണിച്ചത് രാമയ്യ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെ മത്തിക്കരയിലുള്ള രാമയ്യ ഹോസ്പിറ്റലാണ് ആദ്യം കാണിച്ചത്. അതിനു മുമ്പ് 5th മന്ത് വരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഗൈനക്കിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഡെലിവറിയുടെ കാര്യം ആലോചിച്ചപ്പോൾ നമ്മൾ പോയത് ആദ്യം രാമയ്യ ഹോസ്പിറ്റലായിരുന്നു. രാമയ്യ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വിസിറ്റ് തന്നെ നമുക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് പോയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഡോക്ടറെ കാണാനും. പിന്നെ ഒരുപാട് ലോങ് ക്യൂ ആണ്, പിന്നെ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യണം. രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് വിസിറ്റ് തന്നെ അങ്ങനെ ആയിരുന്നു. പക്ഷേ എന്നാലും പോട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 വിസിറ്റൊക്കെ പോയി. ആ 3 വിസിറ്റിലും നമുക്ക് ഭയങ്കര ഡിലേ വന്നതുകൊണ്ട് തന്നെ പിന്നെ മൂത്ത മോളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പിള്ളേരെയും അവളെയും കൂടി കൊണ്ടുപോകുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, സംസാരിച്ച് നമ്മൾ എൻ്റെ സെക്കൻഡ് ഹോസ്പിറ്റൽ ഓപ്റ്റ് ചെയ്തു. ആ ഹോസ്പിറ്റലിലാണ് എൻ്റെ മൂത്ത മോളുടെ ഡെലിവറി നടന്നത്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് ലക്ഷ്മി മെറ്റർനിറ്റി ആണ് കേട്ടോ. ഇത് മല്ലേശ്വരത്താണുള്ളത്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു എൻ്റെ മൂത്ത മോള് ജനിച്ചതും. ഈ ഹോസ്പിറ്റൽ അത്രയും അങ്ങോട്ട് അറിയപ്പെടുന്ന ഹോസ്പിറ്റലാണോന്ന് എനിക്കറിയില്ല. ബിക്കോസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഹോസ്പിറ്റൽസ് പോലെ അല്ല ഇതൊരു ചെറിയ ഹോസ്പിറ്റലാണ്. പക്ഷെ നല്ല പഴയ ഹോസ്പിറ്റലാണ്, പഴക്കമുള്ളൊരു ഹോസ്പിറ്റലാണെന്ന് വേണമെങ്കിൽ, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടുത്തെ ഡോക്ടർ, ഞാൻ ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ ലീല റാവു എന്ന് പറഞ്ഞിട്ട് ഡോക്ടറായിരുന്നു. ഈ പ്രാവശ്യത്തെ ഡെലിവറിക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് നിഷിത റാവു എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെയാണ് കേട്ടോ. അതായത് ആ ഹോസ്പിറ്റലിൻ്റെ MD തന്നെയാണത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറിയും നോർമൽ, അവർ
പരമാവധി നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യത്തുള്ളൂ. അതാണ് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അവർ 90%ഉം എൻ്റെ ഒരു അറിവിൽ 90%ഉം അവർ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്തിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യമേ C-സെക്ഷൻ പറയും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 90% നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, 3.95 kg ഉള്ള കുട്ടീനെ അവർ നോർമൽ ഡെലിവറി ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാമല്ലോ എത്രത്തോളം റിസ്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു നോർമൽ ഡെലിവറിക്കാണ് സജസ്റ്റ് ചെയ്തതും ട്രൈ ചെയ്തതും. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഫസ്റ്റ് ടൈം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ ഒരു സമയത്ത് ഞങ്ങൾ ഡിസിഷൻ എടുത്തത് ഈ ഡെലിവറിക്ക് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം എന്ന ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു 8 month ഒക്കെ ആകാൻ തുടങ്ങിയപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് വിസിറ്റിന് പോയി, സെക്കൻഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പോയപ്പോൾ തന്നെ സ്മൂത്തായിട്ട് പോയി, പെട്ടെന്ന് ഡോക്ടറെ കണ്ടു, തിരിച്ചെത്തി. അപ്പോൾ തന്നെ ഭയങ്കര സ്മൂത്തായിരുന്നു, സ്കാനിങ്ങിനൊക്കെ എഴുതി തന്നു. അപ്പോൾ ഞങ്ങൾ വെച്ചു ഓക്കെ സർവീസ് ഭയങ്കര സ്മൂത്താണല്ലോ ഈ പ്രാവശ്യവും, അപ്പോൾ ഇനി തൊട്ട് ഇവിടെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ പിന്നീട് ഉള്ള 2 മാസത്തെ ചെക്കപ്പും അവിടെ തന്നെ ചെയ്യാൻ തുടങ്ങിയതും ഈ ഡോക്ടറിൻ്റെ അണ്ടറിൽ തന്നെ ചെയ്യാൻ തുടങ്ങിയതും. കാരണം എനിക്ക് ഈ ഡോക്ടറോട് ഭയങ്കര ഒരു വിശ്വാസമാണ്. എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ ബേസിസിലാണ് എനിക്ക് അത്രയും അവരോടൊരു ട്രസ്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് 31st നമ്മൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. പോയപ്പം അഡ്മിറ്റ് ആകാൻ പറഞ്ഞു, അഡ്മിറ്റായി. അത് കഴിഞ്ഞിട്ട് ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡെലിവറി ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 31st വേണമെങ്കിലും ഡെലിവറി ആവാം, ഫസ്റ്റ് വേണമെങ്കിലും ഡെലിവറി ആകാം. അപ്പോൾ 31st നമ്മളോട് ഈവനിങ് വരാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈവനിങ് ആണ് പോയത്. പോയി കഴിഞ്ഞ് ഫോർമാലിറ്റീസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ആകുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യാം, ഒന്നുകിൽ 12 AM ആ സമയത്ത് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ചെക്കപ്പിന് വന്നപ്പം പറഞ്ഞു ഇനിയിപ്പം ഇത്രയായില്ലേ, ഇനിയിപ്പോൾ 6 AM ഇൻഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പെയിൻ, എനിക്ക് ഓൾറെഡി പെയിനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ, വിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് 31st ഓൾ ത്രൂ ഔട്ട് ദ ഡേ എനിക്ക് തീരെ വയ്യാം. അപ്പം വിട്ട് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു നാച്ചുറലായിട്ട് വരുന്നെങ്കിൽ കുഴപ്പമില്ല, അതല്ലാന്നുണ്ടെങ്കിൽ 6 AM ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാവിലെ 6 മണിയായപ്പോഴത്തേന് എന്നെ പ്രീ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പ്രീ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്ലോലി പെയിൻ വരാൻ തുടങ്ങി. ഒരു 6-7 ഒക്കെ ആയപ്പോഴത്തെ 6 AM തന്നത്. ഒരു 7-8 ഒക്കെ ആയപ്പോഴത്തേന് 8 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് ശരിക്കും ഒരു പെയിൻ അറിഞ്ഞു തുടങ്ങിയത്. അതുവരെ ഞാൻ ഒന്ന് ചെറുതായിട്ട് മയങ്ങിപ്പോയി, ബിക്കോസ് അവർ തരുന്ന ആ ഒരു മരുന്നിൽ ചെറിയൊരു മയക്കമൊക്കെ വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. പിന്നെ ഒരു 8 ഒക്കെ ആയപ്പോഴത്തേന് പെയിൻ തുടങ്ങി. പിന്നെ എൻ്റെ വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ തന്നെ വന്നിട്ട് വാട്ടർ ബ്രേക്ക് ചെയ്തു. വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് അറിഞ്ഞത് ഇത്രത്തോളം വാട്ടർ എൻ്റെ ബോഡിയിലുണ്ടായിരുന്നു എന്നുള്ളത്. ഒരുപാട് വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, വാട്ടർ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനത് ആദ്യം അവരൊരു കിഡ്നി ട്രേ ഒക്കെ കൊണ്ടുവന്ന് വെക്കുമല്ലോ, അതൊക്കെ നിറഞ്ഞ് അത് കൊണ്ടുപോയി കളഞ്ഞ്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇനിയുണ്ട് നീ കിടന്നോ എന്ന് പറഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫുൾ ഞാനിവിടെ എവിടെ കിടന്നോ ആ സ്ഥലത്തും അവിടെ നിന്നും ബെഡിന് താഴോട്ടും ഒക്കെ ആയിട്ട് വാട്ടർ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രത്തോളം വാട്ടർ എൻ്റെ ബോഡിയിൽ കുഞ്ഞിന് അതായത് ആ ഫ്ലൂയിഡ് ഇത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ അന്നേരമാണ് അറിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു 10 ഒക്കെ ആയപ്പോഴത്തേന് ഭയങ്കര പെയിൻ തുടങ്ങി, ബാക്ക് പെയിനും പിന്നെ അതേപോലെ ആ ഒരു ലേബർ പെയിൻ ഉണ്ടല്ലോ, എക്സാക്ട് ലേബർ പെയിൻ അങ്ങ് പീക്കിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 10 ഒക്കെ ആയപ്പോഴത്തേന് നല്ല പെയിൻ തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് എപ്പിഡ്യൂറൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നത്. കാരണം എന്തോ അറിയില്ല, എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തതിൻ്റെ പേരിലാണോ അതോ എന്തിൻ്റെ പേരിലാണോ എനിക്കറിയില്ല, എനിക്ക് നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ആ സമയത്ത് എപ്പിഡ്യൂറൽ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ചിലർ പറയും അത് നല്ലതാണ്, ചിലർ പറയും അത് അത്ര അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. ഇതോ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം ഞാൻ എന്തായാലും എടുക്കേണ്ടതെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എപ്പിഡ്യൂറലിനെ പറ്റി ആദ്യം എടുക്കുന്ന സമയത്ത് വലിയ ധാരണയൊന്നുമില്ല, അതിൻ്റെ ഇഞ്ചക്ഷനോ സിറിഞ്ചിൻ്റെ നീളമോ ഒന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈം അങ്ങ് എടുത്തു. പക്ഷേ ഈ പ്രാവശ്യം എനിക്കതെല്ലാം തലയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ, പിന്നെ ഈ പ്രാവശ്യം പ്രഗ്നൻസി ഡെലിവറിയെക്കുറിച്ച് ഒരുപാട് അറിയാവുന്നത് കൊണ്ട് തന്നെ എപ്പിഡ്യൂറൽ വേണ്ടെന്ന് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നോട് ഡോക്ടേഴ്സ് വന്ന് പറയുന്നുണ്ട് പെയിൻ ഉണ്ടെങ്കിൽ തീരെ സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ എപ്പിഡ്യൂറൽ ഇടുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ട, നാച്ചുറലായിട്ട് ഏത് സമയത്താവുന്നോ ആയിക്കോട്ടെ എന്നുള്ളത്. ഇപ്രാവശ്യത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ലേബർ പെയിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്, ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറവായിരുന്നു. അതായത് ഇൻഡ്യൂസ് ചെയ്ത് 6 AM 6:30 AM ആയിരുന്നെങ്കിൽ ഒരു 8 AM പെയിൻ തുടങ്ങി. പക്ഷേ അതൊരു പീക്കിലെത്തിയത് 9:30-10 ആ ഒരു സമയത്ത് പീക്കിലെത്തി.
ആൻഡ് 11 ആയപ്പം ഡെലിവറി ആയി. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഡ്യൂറേഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെയിൻ അപാരം തന്നെയാണ്, അത് പറയണ്ടല്ലോ. ലേബർ പെയിൻ തന്നെയാണ്. ഇനി 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, അത് പെയിൻ തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് വൺ കമ്പയർ ചെയ്യുമ്പോൾ, ഫസ്റ്റ് വൺ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഇതേപോലെ 6 AM ഇൻഡ്യൂസ് ചെയ്തത്. ഞാൻ ഡെലിവറി ചെയ്യുന്നത്, എൻ്റെ ഡെലിവറി നടക്കുന്നത് 7:40 PM ഫസ്റ്റ് മോളുടെ. അപ്പോൾ അവളുടേത് അത്രത്തോളം ഉണ്ടായിരുന്നു പെയിൻ. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു ലേബർ പെയിൻ എന്ന് പറയുന്നത്. അതിൽ എപ്പിഡ്യൂറൽ എനിക്ക് എടുക്കുന്നത് 2 PM ഞാൻ ആ സമയത്ത് എപ്പിഡ്യൂറൽ എടുക്കുന്നത്. 2 PM എടുത്തെങ്കിലും 5 PM ആയപ്പോഴത്തേന് എനിക്ക് പ്രോപ്പർ ലേബർ പെയിൻ തുടങ്ങി. ബേബി വന്ന് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ 5 PM വന്നു തുടങ്ങി. അപ്പോൾ ഇപ്രാവശ്യം പക്ഷേ അങ്ങനെയല്ല, ഡ്യൂറേഷൻ ഭയങ്കര കുറവായിരുന്നു. ഡ്യൂറേഷൻ കുറവായിരുന്നു. പിന്നെ എനിക്കെന്തോ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായി ആ സമയത്ത്. എനിക്ക് വേദന എടുക്കുന്ന സമയത്ത് ഞാനിവിടെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ബ്രീത്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കാമായിട്ടിരിക്കാൻ പറ്റി, അല്ലെങ്കിൽ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി പെയിന്. അത് കഴിഞ്ഞിട്ടൊരു 10:45 ഒക്കെ ആയപ്പോഴത്തേന് ഞാൻ അവിടുത്തെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, എല്ലാം മലയാളീസാണ് കൂടുതലുള്ളത്. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്നേ ഇല്ല, എനിക്കറിയില്ല ഇനി ബേബി വരുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല, അത്ര പെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പം പറഞ്ഞു യെസ്, ഹെഡ് പുറത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ലേബർ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അറേഞ്ച്മെൻറ്റ് ചെയ്തു, എല്ലാം അറേഞ്ച് ചെയ്തു. ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു. ഇപ്രാവശ്യത്തെ എനിക്ക് ആ സമയത്ത് തോന്നിയ ഒരു ഷോക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോളുടെ സമയത്ത് ഞാൻ കിടന്ന അതേ പ്രീ ലേബർ റൂം ഏതാണോ അതേ ബെഡ് തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യവും കിടന്നത്. അതേപോലെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ മോളെ ഏത് ബെഡിലാണോ എൻ്റെ മൂത്ത മോളെ പ്രസവിച്ചത് അതേ ബെഡിലേക്ക് തന്നെയാണ് ഈ പ്രാവശ്യം എന്നെ ഷിഫ്റ്റ് ചെയ്തത്. സോ രണ്ടാളുടെ ഡെലിവറിയും ഒരേ പൊസിഷൻ, ഒരേ സ്ഥലത്ത്, ഒരേ ബെഡിൽ തന്നെയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഷോക്കായിട്ട് തോന്നി കേട്ടോ. രണ്ടാളും ഒരേ സ്ഥലത്ത് തന്നെയാണല്ലോ ജനിച്ചതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, എല്ലാവരും വരുന്നു. ആൻഡ് ഡോക്ടേഴ്സ് വന്നു. നാച്ചുറലി ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇനി ഒരു 5-10 മിനിറ്റ് കൂടി ടൈം ഉണ്ട്, സോ ഹെഡ് ഔട്ട് ആയിട്ടുണ്ട്, പക്ഷേ മേ ബി ഇറ്റ് മൈറ്റ് ടേക്ക് ടൈം എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് മസിൽ ക്യാച്ച് ഉണ്ടാവുന്നു. അയ്യോ, അതൊരു ഹോറിബിൾ പെയിനായിരുന്നു കേട്ടോ. മസിൽ ക്യാച്ച്, ഈ പെയിനൊന്നും പോരാഞ്ഞിട്ടാണ് ഒരു മസിൽ ക്യാച്ച് വേറെ ഉണ്ടായത്. പക്ഷെ നഴ്സുമാരൊക്കെ നല്ല ആൾക്കാരായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ 1-2 ചേച്ചിമാരൊക്കെ ഉണ്ട്, അവരുമായിട്ടൊക്കെ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിമാരൊക്കെ എനിക്കിങ്ങനെ കാലൊക്കെ തടവി തന്ന്, മസിൽ ക്യാച്ച് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് തന്ന് നല്ലതുപോലെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ. അത് കഴിഞ്ഞിട്ട് വാവ ഒരു 11:03 ഒക്കെ ആയപ്പോഴാണ് ജനിക്കുന്നത്. 11:03 ജനിക്കുന്നത്. അപ്പോൾ വാവ ഹെഡ് പുറത്തേക്ക് വന്നു കംപ്ലീറ്റ് ആയിട്ട്. അതും ഫസ്റ്റ് 2-3 പുഷസിൽ തന്നെ വാവയുടെ ഹെഡ് പുറത്തെത്തി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഷോൾഡർ കുറച്ച് വീതിയുണ്ട്. അപ്പം ബേബി ഹെവിയാണെന്നുള്ളത് മനസ്സിലായി, ബേബി കുറച്ച് വെയിറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഡോക്ടർ എന്നോട് പറഞ്ഞു ഷോൾഡർ സ്റ്റക്കായിട്ടുണ്ട്, അപ്പം അത് ഷോൾഡർ സ്റ്റക്കായിട്ടുണ്ട്, നീ നന്നായിട്ട് പുഷ് ചെയ്യണം, അപ്പം പരമാവധി നീ എനർജി എടുത്ത് പുഷ് ചെയ്തോ എന്ന് പറഞ്ഞു. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, അടുത്ത ഒരു 1-2-3 പുഷ് ഞാൻ പരമാവധി ബ്രീത്ത് എടുത്തിട്ട്, നമ്മൾ കുറേ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇപ്രാവശ്യം ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഞാൻ വീഡിയോയിൽ കണ്ട രീതിയിൽ തന്നെ നല്ലതായിട്ട് ബ്രീത്ത് എടുത്ത് അറിഞ്ഞ് ഒരു 2-3 പുഷ് ചെയ്തു. ബേബി വാസ് ഔട്ട്. സോ ബേബി പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. പുറത്തെത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആൾ 3.95 kg ഉണ്ടെന്ന്. നല്ല മുടിയോടുകൂടി, അതായത് നല്ല ഹെയർ ആയിരുന്നു ബേബീൻ്റെ. എൻ്റെ മൂത്ത മോളുടെ ഇതുപോലെ ജനിച്ചപ്പോൾ നല്ല മുടിയൊക്കെ ആയിരുന്നു കേട്ടോ. അവളും അത്യാവശ്യം നല്ല ഉണ്ടയായിരുന്നു, ഇവരും നല്ല അത്യാവശ്യം ഉണ്ടയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറയുകയും ചെയ്തു. ഡോക്ടർ ഒരു സെക്കൻഡ് ഒന്ന് പേടിച്ചു പോയി, ബിക്കോസ് ബേബി എന്ത് ചെയ്തിട്ടും പുറത്തേക്ക് വരുന്നില്ല. ആൻഡ് ആ സമയത്ത് അവർക്കും ഭയങ്കര പേടിയായിപ്പോയി, പക്ഷെ അവർ കാണിക്കാൻ പറ്റില്ലല്ലോ. സോ അവർക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. വിത്ത് ഗോഡ്സ് ഗ്രേസ് ഒരു കുഴപ്പമില്ലാതെ ബേബിക്ക് സാധാരണ ഇങ്ങനെ കുറച്ച് നല്ല ഉണ്ട കുട്ടികളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ശിക്കുകയും അത് കഴിഞ്ഞിട്ടാണ് അവർ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചസ് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഹീലിംഗ് ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറി സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചധികം ടൈം എടുക്കുന്നത് മേ ബി ഷുഗറിൻ്റെ ആവാം, അല്ലെങ്കിൽ സ്റ്റിച്ചസ് കുറച്ച് ഡീപ്പായിട്ടും ഉണ്ട്, അപ്പോൾ അതിൻ്റെ ആവാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1 month ആയിട്ടും സ്റ്റിച്ച് അങ്ങനെ പോയിട്ടില്ല.
ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പ്രാവശ്യത്തെ ഡെലിവറിയും കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെലിവറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ഒരു 9th മന്ത് വരെ, ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ പണികൾ മേടിച്ച് ചെയ്യുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് നോർമൽ ഡെലിവറി ആവണം, അത്രയേ ഉള്ളൂ. ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു, എനിക്ക് നോർമൽ ഡെലിവറി ആവണം, എനിക്ക് സി സെക്ഷൻ വേണ്ട. കാരണം ഞാൻ സി സെക്ഷൻ്റെ ഒരു സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയുടെ സി സെക്ഷൻ്റെ സ്റ്റിച്ചസൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പേടിച്ച് വിറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് സി സെക്ഷൻ വേണ്ട, നോർമൽ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റിച്ചസ് പേടിച്ചിട്ടായിരുന്നേ. പക്ഷേ ആ സമയത്ത് ഒരു 9 years ബാക്കുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല സ്റ്റിച്ചസ് എന്നും ഉണ്ടായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് 9 സ്റ്റിച്ചസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതൊരു ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമുക്കത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല. സി സെക്ഷൻ പോലെ അല്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റും നോർമൽ ഡെലിവറി ആകുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. നോർമൽ ഡെലിവറി ആകുമ്പോൾ പെട്ടെന്നൊന്ന് നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് എത്താൻ പറ്റും. സി സെക്ഷൻ ആകുമ്പോൾ ഒരുപാട് കെയറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നോർമൽ വേണമെന്നുള്ള നിർബന്ധം കൊണ്ട് ഞാൻ അത്രയും വർക്കൗട്ട് ചെയ്തതുകൊണ്ടാണോ എനിക്കറിയില്ല, ആ സമയത്ത് നോർമൽ ഡെലിവറി ആയി. അതോ ഈ ഹോസ്പിറ്റലിൻ്റെ ഗുണം കൊണ്ടാണോ ഈ ഡോക്ടറിൻ്റെ ഗുണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് നോർമൽ ഡെലിവറി ആയി. ഈ സമയത്ത് എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, എനിക്ക് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ വയ്യായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, സ്മെല്ല് പിടിക്കുന്നുണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാതെ തന്നെ ഷുഗർ ഹൈ ആവുന്നതിൻ്റെ ഒരു ടെൻഷൻ വേറെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്താവുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല ശരിക്ക്. പ്രത്യേകിച്ച് വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു 3 മാസം എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുൾ ടൈം കിടപ്പായിരുന്നു. എനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് മാസങ്ങളാണെങ്കിൽ തീരെ വയ്യ, തലകറക്കം ഒക്കെ ആയി. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേന് എനിക്ക് ഒരു 8 month ഒക്കെ ആയപ്പോഴത്തേന് പ്രഗ്നൻസി വേർട്ടിഗോ വന്നു. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് തിരിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുന്നുണ്ടായിരുന്നു. സോ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് വാക്കിംഗ് അല്ലാതെ വേറെ ഒരു എക്സസൈസോ കാര്യങ്ങളോ യോഗയോ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് കുറച്ച് കാമായിട്ട് ഇങ്ങനെ ഇരിക്കുക, ബ്രീത്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. പാർക്കിൽ നടക്കാൻ പോകുന്ന സമയത്തൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കുറച്ച് നേരം ബ്രീത്ത് ചെയ്യും. കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് നല്ല മെഡിറ്റേഷനൊക്കെ ചെയ്യുമായിരുന്നു. അതും സ്ഥിരമായിട്ടൊന്നുമല്ല, കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ബ്രീത്തിങ് എക്സസൈസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എന്താ പറയുക, എങ്ങനെ ആ ഒരു വേദനയിൽ എങ്ങനെ നമ്മൾ കൺട്രോളിലായിട്ട് നിൽക്കണം എന്നുള്ളത് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷെ അത് ഹെൽപ്ഫുൾ ആവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് പെയിൻ വരുന്ന സമയത്ത് ഇതൊന്നും ഹെൽപ്പ് ആവില്ല. നമ്മൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകും. കാര്യം ടെൻഷനും വേദനയും ഒക്കെ ആയിട്ട് നമ്മൾ വേറൊരു ലോകത്ത് തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ആവും കേട്ടോ. കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ബ്രീത്തിങ് എക്സസൈസ് എന്തായാലും നമുക്ക് ഹെൽപ്പ് ആവും. സോ അതുകൊണ്ട് അത്യാവശ്യം ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് മാത്രം മിസ് ചെയ്യാതിരിക്കുക. നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. പറ്റുമെങ്കിൽ ചെറിയ യോഗ ഒക്കെ ചെയ്യുക. ഞാൻ ഇടയ്ക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും എനിക്ക് തീരെ ഹെൽത്തിന് ഓക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്തോ ആ ഒരു ഇതൊന്നും ചെയ്യാതെ തന്നെ എന്തോ സെക്കൻഡ് ടൈം എനിക്ക് ലേബർ ഡ്യൂറേഷനും കുറവായിരുന്നു, ഡെലിവറിയും സ്മൂത്തായിട്ട് നടന്നു. വിത്ത് ഗോഡ്സ് ഗ്രേസ് ഐ ക്യാൻ സേ. അപ്പോൾ അത്രയോട്ടെ എൻ്റെ 2 ഡിഫറെൻറ്റ് സ്റ്റോറീസാണിത്. എൻ്റെ 2 ഡിഫറെൻറ്റ് ഡെലിവറി സ്റ്റോറീസാണിത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷുഗറോ അല്ലെങ്കിൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് കൺട്രോൾഡ് ആയിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക, അധികം പേടിക്കാതിരിക്കുക. നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അത് പിന്നെ കുട്ടിക്ക് വരുമോ അങ്ങനെയൊന്നും പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കരുത്. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞിന് വരുമോ, ഇത് കുട്ടീനെ ബാധിക്കുമോ, ഈ ഒരു എനിക്കുള്ള ഒരു ഡയബറ്റീസ് കുട്ടിക്കും സ്പ്രെഡ് ആവുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ബട്ട് ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. പിന്നെ അവളുടെ ചെക്ക് ചെയ്തപ്പോൾ അവൾക്കും കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കാതിരിക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ജേർണി ആയിരിക്കട്ടെ എല്ലാവരുടേതും. കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാം സ്മൂത്ത് ആയിരിക്കും എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗോ അല്ലെങ്കിൽ കുക്കിംഗ് വ്ളോഗോ ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചെത്താം. അൺടിൽ ദെൻ, ടാറ്റാ ബൈ.